ജസ്റ്റ് ഒരു പേപ്പറും ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഐഡിയോ ഇതൊക്കെ പോസിബിൾ ആണോന്നല്ലേ? ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ആൻഡ് ഐ ഷോ യു ഹൗ. ഏതെങ്കിലും ഒരു കളർ പേപ്പർ എടുക്കുക, എന്നിട്ട് ഇതേപോലെ സ്ക്വയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിത് 6x6 സെന്റിമീറ്റർ ആയിട്ടാണ് കട്ട് ചെയ്തത്. കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കുക, എന്നിട്ട് എഡ്ജസ് ഒന്ന് റൗണ്ടഡ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ലീഫിന്റെ ഷേപ്പിൽ കിട്ടും. എനിക്ക് ഈ ഒരു കംപ്ലീറ്റ് റോസ് ചെയ്യാനായിട്ട് 2 ഷീറ്റ് ഓഫ് പേപ്പർ ആയിട്ട് ആവശ്യം വന്നത്. ഇനി ഇതേപോലെ ഒരു പേപ്പർ കപ്പ് എടുക്കുക. പേപ്പർ കപ്പ് ഇല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലുള്ള എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക, പേപ്പർ മടക്കുക, ഗ്ലൂ അപ്ലൈ ചെയ്യുക, പേപ്പർ മടക്കുക, പ്രോസസ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുക. ബട്ട് നോട്ട് ദ പോയിന്റ്, പേപ്പർ കപ്പിന്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്യരുത്. ജസ്റ്റ് പേപ്പറിന്റെ മുകളിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. എന്നാലേ ഈസി ആയിട്ട് ഇത് ഊരി വരുള്ളൂ. കട്ട് ചെയ്ത എല്ലാ പേപ്പറും ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഒന്ന് കൈയിട്ട് അങ്ങോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോസ് സെറ്റായി. കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? വലിയ എഫേർട്ട് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഒക്കെ മതി ഈ ഒരു റോസ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മുടെ ഫേസ് മാസ്ക് എടുക്കുക, 4 സൈഡ് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഓരോ ലെയർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ റോസ് ആ ഒരു പേപ്പർ കപ്പിന്റെ ഉള്ളിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ബൊക്കേക്ക് റാപ്പ് ചെയ്യുന്ന പോലത്തെ പരിപാടി. ഓരോ ലെയർ എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ വെച്ച് സെല്ലോ ടേപ്പ് ഒട്ടിച്ചെടുത്താൽ മതി. ഇത് ചെയ്തെടുക്കാനായിട്ട് ആകെ 10 മിനിറ്റ് മതി. പിന്നെ കമന്റ് ബോക്സിൽ സിംഗിൾസ് എന്നൊന്നും ആരും പറഞ്ഞു വരണ്ട. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ആഘോഷിക്കാനുള്ള ഒരു ദിവസമാണ്. അതിന് ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഹസ്ബൻഡോ വൈഫോ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടമുള്ള ആരെ വേണേലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം, ഈവൻ യുവർ പാരന്റ്സ്. അപ്പൊ ആലോചിക്കാനൊന്നുമില്ല, സിംഗിൾ ആണെങ്കിൽ വീട്ടുകാർക്ക് ഉണ്ടാക്കിക്കോ.